ഹലോ. ഹലോ. നീ പോയിട്ടില്ലേ? ഞാനിപ്പോ റൂട്ടിൽ തന്നെ ഉള്ളേ. എന്താ വിളിച്ചേ? ഒന്നുമില്ല, പിന്നെ വെറുതെ വിളിക്കണം തോന്നി വിളിച്ചു. അതെയാ, അങ്ങനെ വെറുതെ തോന്നിയിട്ട് വിളിച്ചതാണോ അല്ലെങ്കിൽ? ഇല്ല, നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചു. അങ്ങോട്ട് എനിക്ക് അങ്ങനെ വെറുതെ വരാൻ പറ്റില്ലല്ലോ, പിന്നെ വിളിക്കാനും പറ്റൂല. നിന്റെ കെട്ടിയവൻ അവിടെ തന്നെ ഉണ്ടാവൂലേ? അവര് ജോലിക്ക് പോവില്ലേ? എന്നാലും വിളിച്ചിട്ട് വിളിച്ചൂടെ? അത് ശരി, ഞാൻ വിളിച്ചിട്ട് മുമ്പെല്ലാം വിളിക്കുമ്പോ നീ വിളിക്കണ്ട പേടിയാന്നല്ലേ പറഞ്ഞത്. ഇനി എനിക്ക് ഇടക്ക് വിളിക്കാം. അതെന്താ? അതെന്താ? വീട്ടില് പിന്നെ ഞാന് കുട്ടികൾ സ്കൂളിൽ ലീവായ ദിവസം വിളിക്കണ്ടെന്നല്ലോ. ഞാൻ പിന്നെ നീ ഇങ്ങോട്ട് വിളിക്കട്ട് വിചാരിച്ച്. അത്യാവശ്യം ഉണ്ടാവുമ്പോ നീ വിളിക്കുമല്ലോ. നീ ഇങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല? അങ്ങോട്ട് ഇറങ്ങണ? നീയല്ലേ പറഞ്ഞേ ഇത് എന്താ പറയണ്ട, അങ്ങേര് ഭയങ്കര പൂച്ച വന്നത് കൊണ്ട് നീ കേറി മേഞ്ഞിട്ട് നോക്കുമ്പോ നിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്താ വേണ്ട അങ്ങോട്ട് വരണ? എന്നാലും ഒരു ദിവസം വാ. അനക്കല്ലല്ലോ, നിനക്കല്ലേ. നമ്മക്ക് എപ്പോ ഒറ്റ കഞ്ഞി മാത്രല്ലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയാ? അല്ല, കഞ്ഞിയല്ല, ഇപ്പൊ ബിരിയാണി തന്നെ അല്ലേ പറയാ. നമുക്ക് വെറൈറ്റി ഒന്നുമില്ല, നമുക്ക് കിട്ടിയതിന്റെ അകത്തുനിന്ന് വെറൈറ്റി ആക്കി ചെയ്യാനല്ലേ പറ്റും. നിങ്ങൾക്കല്ലേ വെറൈറ്റി. എന്നാ പിന്നെ എപ്പ വരുവോ? എന്നാലും ഇപ്പം വരണോ? ഇപ്പം വരണ്ട. അതല്ല, ഇപ്പം നീ വരാൻ പറഞ്ഞാലും ഞാൻ വരില്ല, ഞാൻ കുറച്ച് ദൂരെയാ ഉള്ള. ആക്കിയൊന്നല്ല, ആക്കാൻ വേണ്ടിട്ടാ. നാളെ വരുവാ? നാളെയാ? നാളെ വരുവാ നാളെ വരും. എത്ര മണിക്ക് വരണം? ഇല്ലെങ്കില് ചിലപ്പോ നാളത്തെ കാര്യം സംശയമാന്ന് കേട്ടാ. നാളെ എനിക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഇതിലുള്ള പരിപാടിയാണോ? അതൊന്നുമല്ല. പിന്നെ മടുത്തിട്ടുണ്ടോ? ഇതെല്ലാം വേണ്ടേ, മാറ്റെല്ലാം വേണ്ടേ? ശരി, 2 ദിവസം കൊണ്ട് മാറ്റം വേണം. എനിക്ക് വരാൻ പറ്റിയെങ്കിൽ. അപ്പൊ കെട്ടിയോൻ അന്ന് മേഞ്ഞതേ ശരിയായിട്ടുള്ളൂ, പിന്നത്തെ മേലൊന്നും പോരല്ലേ? മേഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ മേഞ്ഞൊന്നുമില്ല. മതിയാ. അപ്പൊ പുല്ലൊക്കെ ഒരുപാട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവുമല്ലോ മേഞ്ഞിട്ടില്ലെങ്കിൽ? അതൊന്നുമില്ല. ഞാൻ ഇതെടുക്കും, വയക്കിയെടുക്കും. ശരി. അപ്പൊ ഇപ്പൊ മേയാൻ ആള് വേണം. അന്ന് ഞാൻ വിചാരിച്ചു നിന്നെ ഞാൻ ഒഴിവാക്കും ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കെട്ടിയോനുണ്ടോ ജിമ്മിനൊക്കെ പോയി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഇതാക്കാൻ വേണ്ടി പറഞ്ഞില്ല. അതൊന്നുമല്ല, കെട്ടിയോൻ നന്നായിട്ട് മേഞ്ഞിട്ടെല്ലാം ഉണ്ടാവും, പക്ഷെങ്കില് പിന്നെ നടക്കുന്നില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ചത്തെ ഗ്യാപ്പ് കിട്ടിയാരോ ആശാന്. 2 ആഴ്ചത്തെ ഒരു ഇത് കിട്ടിയാരോ ആശാന് എവിടുന്നും ഇല്ലാതൊരു പവർ കൂടി. അതുകൊണ്ടാണ് അന്ന് നീ ഉഷാറാന്ന്, ഇനി നീയൊന്നും വേണ്ട, നിന്റെ സഹായേ വേണ്ടെന്ന് പറഞ്ഞത്. ഇനിയും അങ്ങനെ കൂടും കേട്ടാ. എപ്പോഴെങ്കിലും അല്ലേ? മഴക്കാലത്ത് ഈ അരുവിയില്ലേ ഒഴുകി വരുന്ന, ചിലപ്പോ ഒന്ന് കുറച്ച് വലിയ തോട് പോലെ ആയാലും അത്രയല്ലേ ഉള്ളൂ. മഴ നിൽക്കുമ്പോ വീണ്ടും അരുവിയായിട്ട് തന്നെയല്ലേ ഒഴുകുക. നല്ല ഉപമ. അപ്പോഴും ഈ കടലായിട്ട് നിൽക്കുന്ന നമ്മളെപ്പം റെഡിയാട്ടാ. കടലല്ല പിന്നെ വരുവാന്ന് ചോദിച്ചാല് എല്ലാം കൂടി അങ്ങനെയായ പിന്നെ എനക്കും കുറച്ച് നിന്നോട് ഡിമാൻഡ് കളിക്കാറുണ്ട്. അല്ല, അന്നത്തെ പോലെ ഇനി പയ്യെ വന്നിട്ട് ഇതാ എന്റെ സമയം കഴിഞ്ഞു ഇത് എന്തോന്ന് പറയാ. 3-4 ദിവസം എന്നെ കിടത്തി ഉറക്കിയിട്ടില്ല. അതുപോലെ ആവില്ലല്ലോ. അങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോവാ?
പോവായിരിക്കും. ഓഫീസിൽ നിന്നുള്ള ടൂറാണല്ലോ. അപ്പൊ പോവും. ഞാനുണ്ടെങ്കിലേ പോകാൻ പറ്റും. അപ്പൊ 2-3 ദിവസം എടുക്കുമായിരിക്കും അല്ലേ? രണ്ട് ദിവസത്തേക്ക് ഇരിക്കും. നമുക്ക് ഉഷാറല്ലേ, നമുക്ക് ഉത്സവം തന്നെയല്ലേ, 2 ദിവസം കിട്ടിയാ പോരെ. അപ്പൊ അതിനിടയിൽ നമുക്കൊന്ന് കൂടണം അല്ലേ? അതിനിടയിൽ തന്നെയല്ലേ ഞാൻ വിളിച്ചു കഴിഞ്ഞു. അങ്ങോട്ട് നാളെ വരണം. എന്നാല് നീ ഇങ്ങനെ വിളിക്കുമ്പോ ഇങ്ങനെ വരാണ്ടിരിക്കുവോ? കുറച്ച് നേരത്തെ ഒരു കുയില് കൂവി, ഇപ്പം കാക്ക റോഡ് സൈഡിൽ. അതെന്തോ ചെറിയ ഭക്ഷണം കണ്ടിട്ടാണ് കറായാക്കും. എന്നിട്ട് അതാണ്. അല്ല നാളെ ഇത് പറ. അപ്പൊ എത്ര മണിക്ക് വരണം? എത്ര മണിക്കാന്ന് ചോദിച്ചാല് പിന്നെ 10 അങ്ങനെയാ. 10 മണിക്കാ? 10 മണിക്കാ? ഒരു 10-10:30. എനിക്ക് ജോലിക്കും പോണ്ടേ. 10 മണിയുള്ള ഓർഡറും കഴിഞ്ഞ് ബാക്കി സമയം ഞാൻ അതിനുശേഷമുള്ള ഓർഡർ എടുത്തോളൂ. അധികം നേരം വീട്ടൊന്നും വരണ്ട. അധികം നേരം വീട്ടൊന്നും വരൂല. ഞാൻ അവിടെ പോകാൻ നേരം പോകുമല്ലോ വന്നാല്. എനിക്ക് നീ പോവുകയും പോണം പറ്റി. ഞാൻ വേഗം പോകും വേണം. ഇത് വെറുതെ കണ്ടാ മതിയാ? അങ്ങനെ കാണാനൊന്നല്ല, അധികം ലേറ്റ് ആക്കാനൊന്നും പറ്റൂല. ഈ അവസരം നമുക്ക് മാക്സിമം ഉപയോഗിക്കാം. അങ്ങനെ പോരെ? അങ്ങനെ പോരേന്ന്. അങ്ങനെ മതി. നമുക്ക് അന്നെത്തും പോലെ ഒന്ന് ഉഷാറാക്കാം. ഇവിടേക്ക് ഒന്ന് ഒരു 10-11 മണിയല്ലേ? 10:30. 10:30 കറക്റ്റ് ടൈം വരാം. മേലത്തെ തള്ള അടി ഉണ്ടാവില്ലല്ലോ? അതാണ് പോയാ മതി. ഇല്ല, ഞാൻ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോഴല്ലേ വരാം. സാധനം തന്നെ വരും. അതാ നല്ലത്. എന്നാ പിന്നെ അത് ഓർഡർ ചെയ്തിട്ട് സാധനം മേടിക്കാൻ വന്നേ അതുപോലെ വരാം. നീ ഇപ്പൊ അധികമൊന്നും വെച്ചില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ പക്ഷെ അവർക്ക് അറിയില്ല നമ്മളിത് പോകുന്ന സ്ഥലം മാറി പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാ ഇങ്ങനെ വിശന്നിരിക്കുന്നുണ്ട്. അധികം വലിയ വിശപ്പൊന്നുമില്ല കേട്ടോ. എനക്ക് നല്ല വിശപ്പുണ്ട്. എനക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നല്ല വിശപ്പ് അത്യാവശ്യം വേണ്ടേ? എന്നാലല്ലേ വിശപ്പ് മാറ്റാൻ പറ്റും. വിശപ്പില്ലേ പിന്നെ ഇപ്പം വിശപ്പ് മാറ്റാൻ പറ്റുമോ? എന്തെങ്കിലും നമുക്ക് തിന്നാൻ എന്തെങ്കിലും തോന്നുമോ? പിന്നെ അപ്പൊ എന്തായാലും വിശപ്പ് അത്യാവശ്യമാണ്. അപ്പൊ ഒന്നുമില്ല. കുറച്ച് സ്ഥലം അടി അറിയോ? കുറച്ച് ദൂരം സ്ഥലം എനിക്കറിയുന്നില്ല. ഒരു 10-12 കിലോമീറ്റർ ദൂരെയാണ്. ഞാനിവിടുന്ന് സാധനമൊക്കെ കൊടുത്ത് ഇപ്പൊ അങ്ങോട്ട് തിരിക്കും. പോന്ന 2 സ്ഥലത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണല്ലോ എല്ലാരും കാണാനല്ലേ പറ്റും. കാണാൻ ഒരുപാട് ആൾക്കാർ കാണും. കാണാനല്ലേ പറ്റുമോ? രണ്ടടിക്കല്ലേ പറ്റൂ. പിന്നെ എന്തെങ്കിലും പറ്റണ്ടെങ്കിൽ നിന്റെ അടുത്തന്നെ. കാരണം ഭക്ഷണമൊക്കെ കഴിക്കണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഗ്ലാസ് പാല് കുടിക്കണ്ടെങ്കിൽ ഒക്കെ നിന്റെ അടുത്ത് തന്നെ വരണ്ടേ? അതെല്ലാം ഇഷ്ടം പോലെ തരുന്ന ആള് നീയല്ലേ. ബാക്കിയെല്ലാം കാണാനല്ലേ പറ്റൂല്ലേ? ഇങ്ങനെ കണ്ട് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് പോകാനേ പറ്റും. മോശമല്ലേ? എല്ലായിടത്തും കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ മോശമല്ലേ? നമ്മളെ കുടലും മോശമാവും. ചിലപ്പോ അസുഖം വരും. അപ്പൊ നല്ല നല്ല സ്ഥലത്ത് നോക്കിയിട്ട് ജനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതല്ലേ നമുക്ക് കാണണ്ടേ? അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്നു. നല്ല നല്ല സാധനമേ കൊടുക്കുന്നു കേട്ടോ. ഒന്നും പേടിക്കണ്ട.
ഒരു കംപ്ലൈന്റും വരാതെ നല്ല സാധനമാണ് ഏതാണ്ട് നല്ല സാധനം. എന്നാ പിന്നെ നീ നല്ല സാധനം എല്ലാം കൊടുത്ത് നാളേക്ക് റെഡിയായി നിൽക്ക്. ശരി, എന്നാല് ഇനിയിപ്പോ നാളെ ആകാനാണ് സമയം എടുക്കും. ആ ശരി, നാളെ ആകാന്ന് സമയം നീ ഇപ്പം പോയി എനിക്ക് എത്ര വേഗം രാത്രിയാവും. എന്നാ ശരി.